ലോകത്തെങ്ങുമില്ലാത്ത കൗതുകകരമായ പുതുവത്സരാഘോഷങ്ങൾക്കാണ് കൊച്ചി നഗരം സാക്ഷ്യം വഹിക്കുന്നത്. 10 മണിക്കൂറുകൾ കൂടി പിന്നിടുമ്പോൾ കൊച്ചി പുതുവർഷാഘോഷ ലഹരിയിലുമായി അമരും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചെയ്യുന്നുണ്ട്. രേഷ്മ, എവിടെ ഈ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിര, കൊച്ചിയാണ് ഈ പുതുവത്സരാഘോഷത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. മറ്റെങ്ങും കാണാത്ത കൗതുകകരമായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് പുതുവത്സരത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ അരങ്ങേറുക. പ്രധാനമായിട്ടും ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്തെ പാപ്പാഞ്ഞിയെ കത്തിക്കൽ, അതാണ് കൊച്ചിക്കാരുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ പുതുവത്സരാഘോഷത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത്. 80 അടി നീളത്തിലുള്ള പാപ്പാഞ്ഞി അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. കൃത്യം 12 മണിക്ക് തന്നെ പുതുവത്സര പിറവിയെ വരവേറ്റുകൊണ്ട് പാപ്പാഞ്ഞിയെ കത്തിച്ച് ആ ആഘോഷത്തിന്റെ ഭാഗമാകും ഒരു കൂട്ടം ജനത. കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകളാണ് പുതുവത്സരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് കടന്നെത്തിയത്. ഇത്തവണ അത് ഇരട്ടിക്കുമെന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലെ വാക്വേയിലാണ്. വാക്വേയിലെ ലൈറ്റ് ആൻഡ് ഷോ അടങ്ങുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ്. നമുക്കറിയാം, 2024 എന്ന് ദീപാലംകൃതമാക്കി എഴുതി വെച്ചിരിക്കുന്ന ഒരിടം. ഇവിടേക്ക് ആളുകളൊക്കെ എത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. അങ്ങനെ പുതുവത്സരെ വരവേൽക്കാനായിട്ട് കൊച്ചിയിലെ നഗര ജനത അല്ലെങ്കിൽ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഉച്ചയായതുകൊണ്ടാണ് ഇതിന്റെ ഒരു മനോഹാരിത നമുക്ക് ദൃശ്യമാകാത്തത്. പക്ഷെ ഒരു സന്ധ്യ കഴിയുമ്പോൾ ഇവിടുത്തെ ഈ ലൈറ്റുകളൊക്കെ തന്നെ ഓണാകും. ഈ 2024 എന്ന് പറയുന്നത് ദീപാലംകൃതമായിട്ട് തെളിഞ്ഞു കാണും. അത് വലിയൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതുമാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു കൊച്ചി നഗരത്തെ സംബന്ധിച്ച് രാവിലെ തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് അടക്കം ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. വാക്വേയിൽ അടക്കം വലിയൊരു തിരക്ക്, പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവധി ദിവസമാണ്. അതുകൊണ്ട് കുടുംബമായിട്ടൊക്കെ തന്നെ ആഘോഷിക്കാൻ എത്തുന്നവരൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും ഒക്കെ, ഒപ്പം തന്നെ മലയാളികളും ഒക്കെ തന്നെ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ഫോർട്ട് കൊച്ചിയിലാണ് പ്രധാനമായിട്ടും പുതുവത്സര ആഘോഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ മൈതാനത്ത്, പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന സമയത്താണ് കൂടുതൽ ആഘോഷങ്ങൾ ഉള്ളത്. ഒപ്പം തന്നെ വെളി മൈതാനത്തും ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 40,000 പേരാണ് ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് 40,000 പേർക്കുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വെളി മൈതാനത്ത് ഏകദേശം 80,000 പേർ എത്തുമെന്നാണ് നിലവിലെ കണക്ക്. പക്ഷേ ഈ കണക്ക് ഒരു പക്ഷേ കൂടിയേക്കാം. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഏകദേശം 1000-ഓളം പോലീസുകാരാണ് ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് മാത്രം സുരക്ഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കൊച്ചിയിലെ മറ്റ് നഗര കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ പോലീസിന്റെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് മാത്രമല്ല പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്, മറ്റ് ചെറു കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നഗരത്തിലെ ചിലയിടങ്ങളിലൊക്കെ തന്നെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുക എന്നുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 സങ്കടങ്ങളെ ഒക്കെ തന്നെ എരിച്ചു കളഞ്ഞുകൊണ്ട് പുതുവർഷത്തിന്റെ സന്തോഷത്തെ വരവേൽക്കുക എന്നുള്ളതാണ് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലൂടെ കൊച്ചി ജനത ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ സന്ദേശം. അതുകൊണ്ട് തന്നെ കൊച്ചിയെ സംബന്ധിച്ച് ആഘോഷത്തിന്റെ രാവാണ് കടന്നു വരുന്നത്. 10 മണിക്കൂർ കൂടി പിന്നിടുമ്പോൾ കൊച്ചിയിൽ പുതുവത്സരത്തിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഗാനമേള അല്ലെങ്കിൽ മറ്റ് ദീപാലംകൃതമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ കൊച്ചി നഗരത്തിൽ എമ്പാടും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതുവൈപ്പിൻ ബീച്ച്, ഒപ്പം തന്നെ നമ്മുടെ ചെറായി അടക്കമുള്ള ബീച്ചുകൾ, കാക്കനാട് ഗ്രൗണ്ട്, രാജേന്ദ്ര മൈതാനം തുടങ്ങിയ ഇടങ്ങളിൽ ചെറു രീതിയിലുള്ള ആഘോഷങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ, പ്രത്യേകിച്ച് കൊറോണയുടെ ഒരു ജാഗ്രത കൂടി നിലവിൽ പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുമുള്ള സുരക്ഷാ സന്നാഹങ്ങളും സജ്ജമാണ്. മറ്റൊന്ന്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ഏതു വിധത്തിലാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു സുരക്ഷാ സന്നാഹം തന്നെയാണ് കൊച്ചിയിലെമ്പാടും ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മലയാളികൾ, ഈ പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് നിരവധി പേർ ഈ ഒരു ഘട്ടത്തിൽ ഫോർട്ട് കൊച്ചി മൈതാനത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. വൈകുന്നേരം 4 മണിയോടുകൂടി റോറോ ജങ്കാർ സർവീസിന്റെ വാഹനങ്ങൾ റോറോ ജങ്കാറിൽ കയറ്റുന്നത് നിയന്ത്രിക്കും. 7 മണിയോടുകൂടി യാത്രക്കാരെ കയറ്റുന്നത് നിയന്ത്രിക്കും. പിന്നീട് റോറോ സർവീസ് ആണെങ്കിലും ജങ്കാർ സർവീസ് ആണെങ്കിലും പുനഃക്രമീകരിച്ചിരിക്കുന്നത് 12 മണിക്ക് ശേഷം, അതായത് ഈ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവത്സരത്തെ വരവേറ്റതിന് ശേഷമാണ് അത്തരത്തിലുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ പുതുവത്സര
പുതുവത്സരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. രാത്രി 12 മണിയോടുകൂടി പാപ്പാജിയെ ഏതായാലും കൊച്ചി നഗരം പുതുവത്സരാഘോഷങ്ങൾക്ക് തയ്യാറെടുത്തിരിക്കുകയാണ്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.